SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഈ NSSന്റെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ സുകുമാരൻ നായരും ചേർന്ന് നടത്തിയ ചില പ്രസ്താവനകൾ കേരള സമൂഹം ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന ഈ സമയത്ത് അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ SNDP യോഗത്തിൻ്റെ ഒക്കെ മുൻ ഭാരവാഹികളും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയൊക്കെ സജീവ പ്രവർത്തകരുമായിട്ടുള്ള ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് എത്തിയത്. പണ്ടൊരിക്കൽ നായരീഴവ ഐക്യം പറഞ്ഞ് ഞങ്ങൾ രാമലക്ഷ്മണന്മാരായിട്ട് യോജിച്ച് നീങ്ങാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്നപ്പോൾ ഫലിതപ്രിയനായ അഴിക്കോട് മാഷ് പറഞ്ഞ ഒരു വാചകം ഓർമ്മ വരുന്നുണ്ട്. അത് മണ്ണാങ്കട്ടയും കരിയിലയും കൂടി തീർത്ഥയാത്ര പോയതിൻ്റെ അനുഭവമായിരിക്കും എന്ന് അദ്ദേഹം വന്ന് പറഞ്ഞ് ഒരു വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു. ആദ്യത്തെ കാറ്റിന് കരികില പറന്നു പോവും, ചാറ്റൽ മഴയ്ക്ക് മണ്ണാങ്കട്ട അലിഞ്ഞും പോകും എന്ന് പറഞ്ഞ അഴിക്കോട് മാഷിൻ്റെ ഫലിതം ഞങ്ങളെല്ലാവരും ശരിക്കും ആസ്വദിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ ഈ വീണ്ടും കൂടിച്ചേരലും മറിച്ചൊരു അന്ത്യത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല. അതിൻ്റെ പിന്നിൽ പല അജണ്ടകളാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒന്നാമതായിട്ട് SNDP യോഗത്തിന് ചരിത്രപരമായിട്ടുള്ള ഒരു അജണ്ടയാണ് അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഐക്യം. അതിലൂടെ സാമൂഹ്യനീതിയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അധികാരം അധസ്ഥരിലേക്കും കൂടി എത്തിക്കുവാനുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്നുള്ളതും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ എക്കാലത്തെയുമായ സുവിദിതമായ ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇതിൻ്റെ മഹാരഥന്മാരായ വലിയ നേതാക്കൾ ഈ പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലക്ഷ്യങ്ങളെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങളെ കരിമ്പടം പുതപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നീക്കവും SNDP യോഗത്തിനോ ശ്രീനാരായണ സമൂഹത്തിനോ സ്വീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. എല്ലാ ഐക്യത്തെയും നമ്മൾക്ക് സ്വാഗതം ചെയ്യാം. സമൂഹങ്ങളും ജനവിഭാഗങ്ങളും തമ്മിലുള്ള ഐക്യം അത് സൗഹാർദ്ദത്തിൻ്റെതായ വർദ്ധിച്ച അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിനൊക്കെ വളരെ നല്ലതാണ്, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യാം. പക്ഷേ SNDP യോഗത്തിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ടകളെ ബലി കൊടുത്തുകൊണ്ടുള്ള ഒരൈക്യവും ശ്രീനാരായണ സമൂഹത്തിന് സ്വീകാര്യമാവുകയില്ല. SNDP യോഗം അത്തരത്തിലുള്ള ഒരു പാതയിലൂടെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ ഓർമ്മപ്പെടുത്തുവാനും കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഇങ്ങനെ ഒരു ഐക്യത്തിന് എന്തുകൊണ്ട് മിസ്റ്റർ സുകുമാരൻ നായരും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും കോപ്പ് കൂട്ടുന്നു എന്നതിനെക്കുറിച്ച് കൂടി ഒരു ചിന്ത പങ്കുവയ്ക്കാൻ. അത് മറ്റൊന്നുമല്ല, സുകുമാരൻ നായർ അദ്ദേഹവും വെള്ളാപ്പള്ളി അദ്ദേഹവും രണ്ടുപേരും ഏതാണ്ട് സമാനമായ നിയമക്കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അവരുടെ നേതൃസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ബൈലോ പ്രകാരവും അതുപോലെ തന്നെ ഈ രാജ്യത്തെ കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരവും അവരുടെ നില വളരെ ആശങ്കാജനകമാണ്. അതൊക്കെ സംബന്ധിച്ച് ധാരാളമായ കേസുകൾ കേരള ഹൈക്കോടതിയിലും അതുപോലെ സുപ്രീം കോടതിയിലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് തന്നെ അതിൽ ചില കേസുകൾ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചിൽ വാദത്തിന് വരുന്നുണ്ട്. വാദം നടക്കുമോ എന്നറിയില്ല. ഏതായാലും രണ്ടുപേരും ഈ വിഷയത്തിൽ തുല്യ ദുഃഖിതരാണ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കും. കമ്പനി നിയമത്തിൻ്റെ വ്യവസ്ഥയോ കേരള
നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ടിൻ്റെ വ്യവസ്ഥകളോ ഈ രണ്ട് നിയമത്തിൻ്റെയും വ്യവസ്ഥകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഏതാണ്ട് 2 ദശകങ്ങളായിട്ട് ഈ രണ്ട് സ്ഥാപനങ്ങളും 2 വ്യവസ്ഥാപിത സ്ഥാപനങ്ങളും 2 സംഘടനകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് SNDP യോഗത്തിൻ്റെ അത്തരത്തിലുള്ള പോക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളിൽ പലരും വ്യവഹാരങ്ങൾ ഹൈക്കോടതിയിലായിട്ടും സിവിൽ കോടതികളിലായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. NSSൻ്റെ അത്തരത്തിലുള്ള പോക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ട് NSSൻ്റെ മുൻ വൈസ് പ്രസിഡൻറ്റും അതുപോലെ ഒരു മുൻ രജിസ്ട്രാറും ഉൾപ്പെടെയുള്ള സമ്മതിതരായ നേതാക്കൾ ഹൈക്കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്ത് അതും കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഈ 2 നിയമപ്രകാരം പാലിച്ചിരിക്കേണ്ട വ്യവസ്ഥകൾ പാലിക്കാതിരിക്കുന്നതിന് സാധൂകരിക്കപ്പെടാവുന്ന ഒരു ന്യായീകരണവും കോടതിയിൽ നിരത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. പക്ഷേ ജുഡീഷ്യൽ സംവിധാനത്തിൽ ഉണ്ടാകുന്ന കാലതാമസത്തിൻ്റെയൊക്കെ ഒരു ബലം, പിന്നെ അധികാരസ്ഥാനത്തിരിക്കുന്ന ഗവൺമെൻറ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ യഥാസമയം സ്വീകരിക്കാൻ കാണിക്കുന്ന വിമുഖത, ഇതിനെയും മുതലെടുത്തുകൊണ്ടാണ് ഈ കേസുകളെല്ലാം കുറേയെല്ലാം ഇങ്ങനെ ദീർഘിച്ചു പോകാൻ കാരണമായിട്ടുള്ളത്. ബട്ട് ഇപ്പോൾ അറ്റ് ദിസ് സ്റ്റേജ് ഏറെക്കുറെ ദ സിറ്റുവേഷൻ ഹാസ് റീച്ച് ദ ബ്രിങ്ക്. ഇറ്റ് ഇസ് അറ്റ് ദ ബ്രിങ്ക് ഓഫ് ദ പ്രിസിപ്പൈസ്. മലയുടെ മുകളിലെത്തിയിരിക്കുന്നു. ഇനി മൂവ് ചെയ്യാനായിട്ട് അധികം ഇടമില്ല. ഇനി ഗർത്തത്തിലേക്ക് പതിക്കുകയല്ലാണ്ട് വരെ മാർഗമില്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാം. ആ സാഹചര്യത്തിലാണ് എന്നെനിക്ക് തോന്നുന്നു ഈ തുല്യധികരായിട്ടുള്ള 2 നേതാക്കന്മാരും കൂടി ഇങ്ങനെ ഒരു ഐക്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി ആലോചിച്ചത് എന്നെനിക്ക് തോന്നുകയാണ്. മറ്റൊന്ന്, ഇവിടെ ഇന്ന് LDF ഗവൺമെൻറ്റിൻ്റെ അമിതമായ സംരക്ഷണം, അത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംരക്ഷണം തുടർന്നും ലഭിക്കുവാൻ അവസരമുണ്ടാകേണ്ടത് അവർക്ക് അനിവാര്യമാണ്. മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം സിവിൽ കേസുകൾക്കപ്പുറം ക്രിമിനൽ നടപടികൾ ഉൾക്കൊള്ളുന്ന, ക്രിമിനൽ കുറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ധാരാളമായിട്ടുള്ള കേസുകൾ, അതിൻ്റെയൊക്കെ പലവട്ടം അത് മാധ്യമങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽ വരികയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അങ്ങനെയുള്ള കേസുകൾ പലതായിട്ട് കോടതിയിലെത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അമിതമായിട്ടുള്ള സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ വിവിധ കോടതികളായി ഫയൽ ചെയ്യേണ്ട ഡസൻ കണക്കിന് കേസുകൾ അന്വേഷണ ഏജൻസികൾ പൂർത്തിയാക്കി കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നു. പക്ഷേ ആ കുറ്റപത്രങ്ങൾ കോടതിയിലേക്ക് എത്തില്ല. 124 കേസുകൾ ഉണ്ടെന്നാണ് എൻ്റെ സുഹൃത്ത് ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ മൻസൂറിനെ സൂചിപ്പിക്കുന്നത്. 124 കേസുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു കോടതിയിൽ നിന്ന് വേറൊരു കോടതിയിലേക്ക് എല്ലാ കോടതിയിലും വരും ഫലത്തിൽ. പിന്നെയുള്ള ഒരു കേസ് ദാറ്റ് ഈസ് വെരി 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 ക്രിട്ടിക്കൽ. അത് സുപ്രീം കോടതിയിലെ ഒരു സ്റ്റേ, എല്ലാ ഘട്ടവും കഴിഞ്ഞു, സുപ്രീം കോടതിയിലെ ഒരു സ്റ്റേയിൽ നിൽക്കുക. അത് രസമുള്ള കേസാണ്. കൊല്ലം SN കോളേജിൻ്റെ ജൂബിലി ആഘോഷത്തിൽ അവിടെ ഒരു ജൂബിലി മെമ്മോറിയൽ ലൈബ്രറിയും റിസർച്ച് സെൻ്ററും ഒക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് കുറേ ഫണ്ട് സമാഹരിച്ചു. അങ്ങനെ സമാഹരിച്ച ഫണ്ട് കൊല്ലത്തെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എക്സ്റ്റൻഷൻ കൗണ്ടറിൽ നിക്ഷേപിച്ചത് ഇനത്തിൽ ഏതാണ്ട് 60 lakhs of rupees. ആ പണം അവിടെ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ചെക്ക് എഴുതി അവിടെ നിന്ന് വാങ്ങിയെടുത്തിട്ടുണ്ട്. അത് കണക്കിൽ വന്നിട്ടില്ല. അത് എന്ത് ചെയ്തു എന്ന് ഒരിടത്ത് ഒരു രേഖയും കാണാനില്ല. അത് സംബന്ധിച്ച് 2004 കൊല്ലം കോടതിയിൽ കൊടുത്ത കേസാണ്, മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത കേസാണ്. 3 DYSPമാർ അന്വേഷിച്ച് 3 പേരും അന്വേഷിച്ചിട്ട് പറഞ്ഞു ഈ കുറ്റം തെളിയുന്നില്ല എന്ന് പറഞ്ഞു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് റെഫർ ചെയ്യാനായിട്ട് തെളിയാത്ത കുറ്റങ്ങളുടെ പട്ടികയിലേക്ക് അല്ലെങ്കിൽ തെളിവില്ലാത്ത കുറ്റങ്ങളുടെ പട്ടികയിലേക്ക് പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ പരിശോധിക്കുന്ന മജിസ്ട്രേറ്റന്മാരെല്ലാവരും പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഒക്കില്ലല്ലോ, പണം വിഡ്രോ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പുനരന്വേഷണം, വീണ്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടുന്നു. അവസാനം 3ാമത്തെ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു മജിസ്ട്രേറ്റ് വളരെ വിശദമായി ഖണ്ഡിതമായിട്ട് എഴുതി ഇത് കുറ്റം തെളിയുന്നില്ല എന്ന് പറയുന്നതിൽ അംഗീകരിക്കാൻ കഴിയില്ല.
because there is evidence of the money having been withdrawn. So money entrusted with a trustee, there must either be the money in the account or there must be the account of the expenses എന്ന് പറഞ്ഞു. അത് കുറ്റപത്രം ഉടനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി ചെന്നു. ഹൈക്കോടതി ആ ഉത്തരവ് ശരിവച്ചിട്ട് പറഞ്ഞു, ഇത് എന്താണ് ഇങ്ങനെ, എങ്ങനെയാണ് കുറ്റമില്ലാതാകുന്നത്, പോയി ജാമ്യം എടുത്തോളാൻ പറഞ്ഞു. കുറ്റപത്രം ഉടനെ കൊടുക്ക്. കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പോയി ജാമ്യം എടുക്കാൻ വേണ്ടി കോടതിയിൽ ഹാജരാകാനുള്ള തീയതി ഉൾപ്പെടെ നിശ്ചയിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവിട്ടു. പിന്നെ വേറെ മാർഗമില്ലാങ്ങിട്ട് അപ്പോൾ എന്ത് ചെയ്തു, പോലീസ് ചെയ്തു കൊടുത്തിരിക്കുന്ന സംരക്ഷണം കാണണം, നിങ്ങളൊക്കെ അറിയണം. ഇങ്ങനെ ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത്, അതായത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഭാഗത്തു നിന്ന് ഇതിൽ കൂടുതലായിട്ട് കുറച്ച് തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതായിട്ടുണ്ട്, കേസിലെ പ്രതി ചില വിശദീകരണങ്ങൾ തന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് പ്രതി കോടതിയിൽ വരികയല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ സൈഡിൽ നിന്നും ഒരു അപേക്ഷ വരുന്നു. അത് തള്ളി. അതുമേൽ വീണ്ടും ഹൈക്കോടതിയിൽ വന്നു, അവിടെയും തള്ളി. ഇപ്പോൾ ആ തള്ളിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ 2025 വെക്കേഷൻ തുടങ്ങുന്ന സമയത്ത്, സമ്മർ വെക്കേഷൻ തുടങ്ങുന്ന ലാസ്റ്റ് ദിവസം തിരക്കിനിടയിൽ ഒരു ഹർജി ഫയൽ ചെയ്ത് അതുമേൽ ഒരു സ്റ്റേ സമ്പാദിച്ച് അതിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. അത് അഴിയെണ്ണൽ വേണ്ടിവരും എന്ന് SNDP യോഗത്തിൻ്റെ കസേരയിൽ, ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ എനിക്ക് വിമുഖതയുണ്ട്. കാരണം ദീർഘകാലം ആ പ്രസ്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളിലും ഏറ്റവും മുന്നിലുള്ള നേതൃനിരയിലുമൊക്കെ നിന്ന് പ്രവർത്തിക്കുവാൻ നിയോഗമുണ്ടായ ഒരു എളിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഐ ഡോണ്ട് വാണ്ട് ടു സേ ദാറ്റ്, ബട്ട് ദ ഇൻഎവിറ്റബിൾ തിങ് ഈസ് ഫേസിങ് സ്റ്റാർക്കി. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പം ഈ അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പെട്ടിരിക്കുന്ന SNDP യോഗത്തിൻ്റെ നേതാവ് NSSൻ്റെ നേതൃത്വത്തിൻ്റെ പോക്ക് നിയമപരമായിട്ടല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മുൻ ഭാരവാഹികളായിട്ടുള്ള ചില വ്യക്തികൾ കൊടുത്തിരിക്കുന്ന വ്യവഹാരം, ഇതെല്ലാം കൂടി കൺവേർജ് ചെയ്ത് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ സജീവമായിട്ടിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ വാദം നടക്കാം, അതിന്മേൽ എന്തെങ്കിലുമൊക്കെ ഉത്തരവുണ്ടാകാം. അങ്ങനെ വന്നാൽ പിന്നെ അതുകൂടി നിങ്ങൾ അറിയണം, കമ്പനി നിയമപ്രകാരം അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റിന്മേൽ ചില അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ കമ്പനിയുടെ നടത്തിപ്പ് സംബന്ധിച്ച്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഇവർക്ക് ആർക്കെങ്കിലും ആ സ്ഥാനത്തിരിക്കുന്നവർക്ക് വന്നാൽ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തെ, ഈ രണ്ട് സ്ഥാപനങ്ങളെ സംബന്ധിച്ച്, രണ്ട് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ്റിന് ചില പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഭരണത്തിന് ആവശ്യമായ ഡയറക്ടേഴ്സിനെ നിയോഗിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുവാൻ അധികാരം നൽകുന്ന വകുപ്പുകളുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധിയിൽ ചെന്ന് പെട്ടാലും രണ്ടാൾക്കും ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണം അനിവാര്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കണ്ടതുകൊണ്ട് അല്പം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ഉള്ള ഒരു നിലപാടാണ് ഇപ്പോൾ രണ്ടുപേരും കൂടെ യോജിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ പിന്താങ്ങുക. അടുത്ത ഭരണത്തിലേക്കും ഈ ഗവൺമെൻറ് വന്നാൽ പിന്നെ ഒരു 5 കൊല്ലക്കാലത്തേക്ക് കൂടി ഈ കാര്യങ്ങളെല്ലാം കോടിച്ചോറയിൽ വെക്കാൻ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഒരു 5 കൊല്ലം കൂടി ആകുമ്പോഴത്തേക്കും കമ്പനി നിയമത്തിൽ പ്രായവ്യവസ്ഥയൊന്നും ഇല്ലെങ്കിലും പിന്നെ തുടരുക എന്ന് പറയുന്നത് സാമാന്യ രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ അതിനു വേണ്ടിയിട്ടും ഒരു മാർഗം കണ്ടുപിടിച്ചിരിക്കുക, ഒരു ടാർഗറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഈ യോജിപ്പിനുള്ള ഒരു ടാർഗറ്റ്. ആ ടാർഗറ്റായിട്ട് കണ്ടിരിക്കുന്നത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ, മുസ്ലിം ലീഗിനെയുമാണ്. മുസ്ലിം ലീഗിനെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ഒരു ടാർഗറ്റാക്കി കണ്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പൂരകമായ അജണ്ടകൾക്ക് പാത തെളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യത്നം. പണ്ടൊരു സമയത്ത് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ വന്നു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്ന ചില വാചകങ്ങളുണ്ട്. അത് ക്രിസ്ത്യൻ സമൂഹത്തിനെ ടാർഗറ്റ് ആക്കിക്കൊണ്ടായിരുന്നു. ഈ നാടിൻ്റെ വിഭവങ്ങളെല്ലാം
ക്രിസ്ത്യാനികൾ കൊണ്ടുപോവുക ആണ്. അതുകൊണ്ട് ഇതേ ഈഴവർക്ക് ഒന്നും കിട്ടുന്നില്ല, കാൽക്കാശിന് വകയില്ല, ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിലാപങ്ങൾ ധാരാളമായിട്ട് ആവർത്തിച്ച് അദ്ദേഹം പറയുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ടാർഗറ്റ് ഒന്ന് മാറ്റി ആ ടാർഗറ്റിൻ്റെ പോയിന്റിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ആകെ കുഴപ്പമുണ്ടാക്കുന്നത്. നായന്മാരും ഈഴവരും കൂടിയുള്ള വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾ, യോജിപ്പില്ലായ്മ, ഇതിൻ്റെയൊക്കെ കാരണം മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ ഒരു കൂട്ടായ്മ, മുസ്ലിം ലീഗ്, മുസ്ലിം കമ്മ്യൂണിറ്റിയെ പൊതുവായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം, ആ പ്രചരണത്തിൻ്റെ മറവിൽ ഈ ഒരു ഹിന്ദു കൺസോളിഡേഷൻ, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയിലുമൊക്കെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കിയെടുക്കാമെന്നും ആ കൺസോളിഡേഷനെ ഒരുപക്ഷെ ഇന്നത്തെ ഭരണപക്ഷത്തിന് പ്രയോജനകരമായി തിരിക്കാം എന്നും ഉള്ള ഒരു കണക്കുകൂട്ടലാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ന്യായമായി സംശയിച്ചാൽ അതിന് കുറ്റം പറയാനായിട്ട് പറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഈ വെള്ളാപ്പള്ളിയുടെ ഈ പൂഴിക്കടകൻ പ്രയോഗം കേരള സമൂഹത്തിൽ തെല്ലും ഏശാൻ പോകുന്നില്ല. ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു പ്രതിഫലനവും സൃഷ്ടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ കേരളത്തിൻ്റെ മണ്ണിൽ ജനിച്ച് ഇതിൻ്റെ ചൂടും ചൂരും അറിഞ്ഞ് വളർന്നു വന്ന ഒരു സമൂഹം അവിടെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു 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 എന്താ ചരിത്രബോധമില്ലാത്ത വ്യക്തികളുടെ ജൽപ്പനങ്ങൾ, ആ ജൽപ്പനങ്ങൾക്കൊന്നും ചെവി കൊടുക്കാനോ ആ ജൽപ്പനങ്ങൾ കേട്ട് സ്വാധീനിക്കപ്പെടാനോ അതിന് വശംവദരാകാനോ പോകുന്ന ഒരു സമൂഹമല്ല. കാരണം ഈ മണ്ണിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന രീതിയിലുള്ള ആ വലിയ മന്ത്രങ്ങൾ, അതിൻ്റെ സ്വാധീനം ഈ മണ്ണിലും ഇവിടുത്തെ വായുവിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇവിടെ ജനിച്ചു വീഴുന്നവനും അത് ഏത് മതത്തിലും ഏത് ജാതിയിലും പെട്ടവനായാലും അവനറിയാതെ തന്നെ ഈ തത്വങ്ങൾ, ഈ സംസ്കൃതി അവൻ്റെ എല്ലാം രക്തത്തിലും വായുവിലും കൂടി അവൻ ആഗീകരിക്കുന്നുണ്ട്. അവൻ അങ്ങനെ ആഗീകരിച്ച ആ സംസ്കാരം ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളെ പ്രതിരോധിക്കാൻ വളരെ പര്യാപ്തമാണ് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് വെള്ളാപ്പള്ളിയെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്നോ രണ്ടോ പൂഴിക്കടകം കൊണ്ടൊന്നും ഈ കേരള സമൂഹത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് കഴിയില്ല. അത് പല ജനവികാരം പ്രതിഫലിക്കുന്ന പല തെരഞ്ഞെടുപ്പുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇവിടെ LDF ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈഴവ സമൂഹത്തോട് കാണിക്കുന്ന കൊടിയ വഞ്ചനയാണ്. ഈ സമൂഹത്തിന് ഒരു വലിയ തീരാനഷ്ടങ്ങൾ, ഈ സമൂഹത്തിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതോടൊപ്പം ഈ സമൂഹത്തിന് തീരാനഷ്ടങ്ങൾ വരുത്തി വെക്കുന്ന വിധത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഈ SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് അനാവശ്യമായിട്ടുള്ള സംരക്ഷണത്തിൻ്റെ കവചം ഒരുക്കിക്കൊണ്ടിരിക്കുക. അതിനെ പറ്റിയിട്ട് എൻ്റെ സ്നേഹിതൻ സംസാരിക്കും. SNDP NSS ഐക്യം ഇപ്പോൾ പ്രഖ്യാപിച്ചതുപോലെ 2011-12 കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ഒരിക്കലും യോജിക്കുവാൻ കഴിയാത്ത തരത്തിൽ ആശയപരമായും ആദർശപരമായും യോജിപ്പില്ലാത്ത രണ്ട് സംഘടനകളാണ് SNDPയും NSSും. SNDPയുടെ ആദർശം എന്ന് പറയുന്നത് ഈഴവരാതി പിന്നോക്ക ജനവിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ആ ഈഴവ പിന്നോക്ക സമുദായങ്ങൾക്കുണ്ടാകേണ്ടിയിരിക്കുന്ന സംവരണം നമ്മൾ നേരത്തെ കണ്ടതാണ്. സെൻട്രൽ ഗവൺമെൻറ് സംവരണം മുന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം സാധ്യമാക്കിയപ്പോൾ കേരളത്തിൽ ആദ്യമായി അത് നടപ്പാക്കി
10% സംവരണം, മുന്നോക്ക സംവരണം നേടിക്കൊടുത്തത് LDF ഗവൺമെൻറ്റാണ്. ആ സംവരണം കൊണ്ട് സംഭവിച്ചത് പിന്നോക്ക സംവരണത്തെ ദുർബലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നോക്കക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവകാശങ്ങളെ ധ്വംസിക്കുന്ന തരത്തിൽ മുന്നോക്ക സംവരണം നടപ്പാക്കുന്നതിന് അന്നും ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അതിന് ഒത്താശ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. ഇത് ഇരു സമുദായങ്ങളിലുമുള്ള സമുദായ അംഗങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് ഈ രണ്ട് നേതാക്കന്മാരും നടത്തുന്നത്. ഇത് അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അദ്ദേഹം മൈക്രോ ഫിനാൻസ് കേസിലും ജൂബിലി ഫണ്ട് തട്ടിപ്പ് കേസിലും ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കാവുന്ന തരത്തിലുള്ള ശിക്ഷ കിട്ടത്തക്ക തരത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് അത്യന്താപേക്ഷിതമാണെന്ന് വെള്ളാപ്പള്ളി നടേശന് നല്ലവണ്ണം അറിയാം. അദ്ദേഹം അതിൻ്റെ രാഷ്ട്രീയമാണ് കളിക്കുന്നത്, അല്ലാതെ സമുദായ സ്നേഹം കൊണ്ടല്ല ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സമുദായ അംഗങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ്. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതായാലും സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തുക, സ്വന്തം വീട്ടുകാരെ രക്ഷപ്പെടുത്തുക എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരു നേതാക്കന്മാരുടെയും അവസ്ഥ ഇതിൽ നിന്നും വിഭിന്നമല്ല. അതുകൊണ്ടാണ് NSS നേതാവിനും ഈ വെള്ളാപ്പള്ളി നടേശനോട് കൂട്ടുകൂടേണ്ടി വരുന്നത്. കാരണം അദ്ദേഹത്തിനെ കുറിച്ചും നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇടപെട്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇടപെട്ട്, അതും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ ആണിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പം ഒരു ഐക്യമുണ്ടാക്കി, ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ ചുവടുവയ്പ്പാണ്, രാഷ്ട്രീയ കളികളാണ് നടക്കുന്നത്. ഇതൊരിക്കലും സാമുദായികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയോ സമുദായ അംഗങ്ങൾക്ക് നേട്ടമുണ്ടാക്കാനോ വേണ്ടിയല്ല. ഇരു നേതാക്കന്മാരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നാടകം കളിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ സാറ് വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ചേർത്തലൊരു പ്രസ്താവന നടത്തി. ഈ പ്രസ്താവനയ്ക്ക് കേരളത്തിലെ BJP നേതൃത്വം മറുപടി പറയണം. ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത്, കാരണം ഇപ്പോൾ കളിക്കുന്ന രാഷ്ട്രീയമാണത്. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ്റെ കഴിഞ്ഞ ദിവസത്തെ ചേർത്തലയിലെ പ്രസ്താവന? ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളിലൂന്നി രാജ്യം മുഴുവൻ പ്രചാരണം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെയും പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ പ്രതിനിധിയായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെയും അഭിപ്രായം അറിയണം. അപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യം മുഴുവൻ പ്രചരണം നടത്തുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തിലൂന്നിയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ അടിവരയിട്ട് അംഗീകരിച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശന് ഈ അഴിമതി പണം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം Y കാറ്റഗറി സുരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന BJP ഈ പറയുന്നതിനെ അടിവരയിട്ട് അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. കാരണം ഇന്ന് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരുടെയും പ്രസ്താവന ഒരു കങ്കാണിപ്പണിയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോട് പറയാനുള്ളത്, കാത്തുസൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്നൊരു ചൊല്ലുണ്ട്. അതിലേക്കാണ് പോകുന്നത്. കാരണം ഇതാരാണോ ഈ ഭൂതത്തെ തുറന്നു വിട്ടത് അത് കേരളത്തിൻ്റെ ഭരണാധികാരികളാണെങ്കിൽ അതിന് ഫലം കൊയ്യാൻ പോകുന്നത് കേന്ദ്രത്തിലെ BJP ആണ്. അതിലേക്കാണ് കേരള രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപകടം തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം ഇന്നലെ മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിടേണ്ട വെള്ളാപ്പള്ളി നടേശനെ കൊല്ലത്ത് ഗുരുദേവൻ്റെ പ്രതിമയുടെ അനാച്ഛാദന ചടങ്ങിൽ അവിടെ പങ്കെടുക്കേണ്ട നോട്ടീസിലുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അവിടെ വരണ്ടെന്ന് പറഞ്ഞു. അപകടം അവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്.
പിന്നെ വളരെ വിവാദമായ ഈ പ്രസ്താവനകളൊക്കെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് തുടങ്ങിയത് ഒരൊറ്റ കാര്യത്തിലാണ്. എന്താ അതിനോട് ഞാൻ ഈ പറയുന്നതിനോട് നാളെ ഒന്ന് മറുപടി പറയട്ടെ, ബാക്കിയൊക്കെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പറയാം. അതായത് മലപ്പുറത്ത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഈഴവ സമുദായത്തിന് സ്കൂളുകളും കോളേജുകളും ഒന്നും തരുന്നില്ല, അത് മുസ്ലിം ലീഗാണ് തരാത്തതെന്ന്. വെള്ളാപ്പള്ളി നടേശൻ 95-ലാണ് SN ട്രസ്റ്റ് വരുന്നത്, 96-ൽ SNDP യോഗത്തിലും വരുന്നു. 30 വർഷക്കാലം ഇതിൻ്റെ ഭാരവാഹിയായിരുന്നു. ഈ 30 വർഷക്കാലം കേരളം ഭരിച്ച ഗവൺമെൻറ്റുകളുടെ ചിത്രം നിങ്ങളൊന്ന് പരിശോധിക്കണം. ആ 30 വർഷക്കാലത്തിനുള്ളിൽ 20 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഭരിച്ചത്. 10 വർഷക്കാലം മാത്രമേ മുസ്ലിം ലീഗ് മന്ത്രിയായിരുന്നുള്ളതേ. 10 വർഷം വെള്ളാപ്പള്ളി നടേശൻ്റെ 30 വർഷക്കാലത്തെ SNDP യോഗ ഭരണത്തിൽ കേവലം 10 വർഷക്കാലമാണ് മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നത്. ബാക്കി 20 വർഷക്കാലം ഈ വെള്ളാപ്പള്ളി നടേശന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ആ കഴിഞ്ഞ 10 വർഷക്കാലത്താണ് എയ്ഡഡ് കോളേജുകളിൽ 3 SNDP യോഗത്തിന് കിട്ടിയത് മുസ്ലിം ലീഗിൻ്റെ കാലഘട്ടത്തിലാണ്. നിഷേധിക്കട്ടെ. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ കങ്കാണിപ്പണി? എന്തടിസ്ഥാനത്തിലാണ്? നാളെ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ സുകുമാരൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് സുകുമാരൻ നായർ എന്ന് പറയുന്ന NSS ജനറൽ സെക്രട്ടറിക്ക് എന്തെല്ലാം ആക്ഷേപം ഉണ്ടായാലും അഴിമതിക്കാരനല്ല എന്നുള്ള ഒരു സൽപ്പേരുണ്ട്. നാളെ ഇതിനെ കൈകൊടുക്കാൻ പോയാൽ ആ സൽപ്പേരാണ് ഇല്ലാതാകുന്നത്. അത് NSSൻ്റെ ജനറൽ സെക്രട്ടറി തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം. ഞങ്ങളെ കൊണ്ട് ബാക്കി പറയിപ്പിക്കേണ്ടി വന്നാൽ ഈ 2 നേതാക്കന്മാരുടെയും മക്കളോ മരുമക്കളോ ആർജവുമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിലേക്ക് വന്നാൽ അങ്ങ് പൂജപ്പുരയിലിരുന്ന് ഉണ്ട തിന്നും. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഞങ്ങളൊക്കെ രാഷ്ട്രീയ നിരീക്ഷിക്കുന്നവരാ ഉണ്ട്, രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരാ. ആ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായത് ആർജവമുള്ളവർ ആർജവത്തോടെ പറഞ്ഞ സംഗതികളെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സേറ്റെടുത്തിട്ടുണ്ട്. 2016 വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ വിളിച്ച സംബോധന ഇന്ന് ഈ VD സതീശൻ സംബോധന ചെയ്തില്ല. എന്താണ് 2016 പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ സംബോധന ചെയ്തത്? വങ്കൻ, സമുദായദ്രോഹി, അബ്കാരി, തൊഗാഡിയ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ. വെള്ളാപ്പള്ളി നടേശനെ പറ്റി പുസ്തകം എഴുതി പിണറായി വിജയൻ പറഞ്ഞു. കേരളമെമ്പാടും പ്രസംഗിച്ചു. കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. അതേ ആർജവത്തോടുകൂടി കോൺഗ്രസിൻ്റെ ഒരാളിനെ ഞങ്ങൾ ഇപ്പോൾ കാണുന്നു. അത് മറ്റാരുമല്ല, ആർജവത്തോടുകൂടി VD സതീശനെ ഇങ്ങനെ നിന്നാൽ കേരളത്തിൽ 2016 പിണറായിക്കുണ്ടായ അതേ വിജയമല്ല, അതിൻ്റെ 10 മടങ്ങ് വിജയം ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. കഴിഞ്ഞ ചാനൽ ചർച്ചയിൽ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ ഈഴവ മനസ്സ് വെള്ളാപ്പള്ളി വിരുദ്ധത കൊണ്ട് തിളയ്ക്കുകയാണ്. അതറിയാവുന്നവരാണ് ഞങ്ങൾ. കേരളത്തിൻ്റെ ഈഴവ സമൂഹത്തിൻ്റെ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. സാറ് SNDP യോഗത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്. 30 വർഷക്കാലം കുട്ടനാട് യൂണിയൻ്റെ പ്രസിഡന്റായിരുന്ന ആളാണ് എൻ്റെ അടുത്തിരിക്കുന്ന മധു അഡ്വക്കേറ്റ്. ഞാൻ SNDP യോഗത്തിൻ്റെ 97 തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. അന്ന് തന്നെ വെള്ളാപ്പള്ളി നടേശനെ എതിർത്തതാണ്. ഞങ്ങളിങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് മുൻ പ്രസിഡന്റുമാരെയും മുൻ ഭാരവാഹികളെയും ബോർഡ് മെമ്പർമാരെയും ഞങ്ങൾ സംഘടിപ്പിച്ച് തരിക. കേരളത്തിൻ്റെ ഈഴവ മനസ്സ് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ കേരളത്തിലെ ഈഴവരെ, കേരളത്തിലെ മുസ്ലിങ്ങളെ, കേരളത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ പിണക്കിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകരുത് എന്നാണ് ഞങ്ങൾ, ഈ വെള്ളാപ്പള്ളിയുടെ വാക്ക് കേട്ട് പോകരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയട്ടെ. നാളെ നായരീഴ ഐക്യത്തിന് പോകുന്നുണ്ടല്ലോ. നാളെ ഈ പറയുന്നതിനോട് മറുപടി പറഞ്ഞാൽ മറ്റന്നാൾ ഞങ്ങൾ ബാക്കി പറയാം. മറ്റന്നാൾ തന്നെ പറയാം.
എന്താണ്? ജാതി സെൻസസിൽ വെള്ളാപ്പള്ളി നടേശൻ്റെയും സുകുമാരൻ നായരുടെയും നിലപാട് നാളെ പറയണം. വേണ്ടേ? ജാതി സെൻസസിൽ എന്താണ് നിലപാട്? 1948 ഹിന്ദു മണ്ഡലം ഉണ്ടായപ്പോൾ നിലപാടുകളുടെ പേരിലാണ് മന്ദവും ശങ്കറും യോജിച്ചത്. 1970 PG കമലാസനും അയർക്കുന്നൻ രാമൻ നായരും കോട്ടയത്ത് നായർ ഈഴവ സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിനും പറഞ്ഞു സംവരണം ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് യോജിക്കാം. നിലപാട് അത് താത്വികം. അതേ താത്വികം ഉണ്ടോ ഇല്ലയോ എന്നറിയണം ഞങ്ങൾക്ക്. അതേ താത്വികത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ പറയട്ടെ സംവരണ വിഷയത്തിൽ എന്താണ് NSSന്റെ നിലപാടും SNDPയുടെ നിലപാടും. അത് മാറ്റിവെച്ചാണോ നാളത്തെ ഐക്യം? ജാതി സെൻസസിൽ എന്താണ് നിലപാട്? അത് മാറ്റിവെച്ചുകൊണ്ടാണോ ഐക്യം? ആർക്ക് വേണ്ടിയാണ് ഐക്യം? EWSന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? സംവരണ കേസിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? സമ്പത്തിന്റെ വിതരണത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഈ നിലപാടുകളെ അറിഞ്ഞു വേണം അത് നാളെ പ്രഖ്യാപിക്കുവാൻ അറിയണം. ഒന്നുകൂടി, നാളെ SNDPയുടെ പേരിൽ നടക്കുന്നത് SNDP യോഗത്തിന്റെ സമ്മേളനമല്ല, യോഗമല്ല. സാറിനറിയാം, ഒരു SNDP യോഗത്തിന്റെ ബൈലേ അനുസരിച്ച് ബോർഡ് മെമ്പർമാരുടെ കാലാവധി 3 വർഷമാണ്. ഇതൊരു കമ്പനിയാണ്, അത് ഭരിക്കുന്നത് ബോർഡാണ്. ആ ബോർഡിന്റെ കാലാവധി 3 വർഷമെങ്കിൽ 2019 തെരഞ്ഞെടുക്കപ്പെട്ട ബോർഡിന്റെ കാലാവധി 2022 അവസാനിച്ചു. അപ്പോൾ ഇന്ന് നിലവിൽ ബോർഡില്ല, ഒരു ഭരണാധികാരിയില്ല. നാളെ SNDP യോഗത്തിന്റെ പേരിൽ ബോർഡ് കൂടുന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അത് നാട്ടുകാരെ കബളിപ്പിക്കുകയാണ്, ഭരണകൂടത്തെ കബളിപ്പിക്കുകയാണ്, നിയമ സംവിധാനത്തെ കബളിപ്പിക്കുകയാണ്. അങ്ങനെ ബോർഡില്ലാതെ ബോർഡിന്റെ തീരുമാനമാണെന്ന് നാളെ പറഞ്ഞാൽ ഞങ്ങൾ അതിനെതിരായി നിയമം സ്വീകരിക്കും. കാര്യം നിയമം അനുശാസിക്കുന്ന സംരക്ഷണം അത് SNDP യോഗത്തിന് നൽകാൻ UDF മുന്നണി തയ്യാറായാൽ SNDP യോഗം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായിട്ടുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാൻ നിയമപരമായി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി സ്വീകരിക്കാൻ തയ്യാറാണ് എങ്കിൽ ഈഴവ സമൂഹത്തിൻ്റെ 90% ആളുകളും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും. ഈ വർഗീയ പ്രചരണത്തെ എല്ലാം അവർ നെഞ്ചോട് ചേർക്കുന്ന അവരുടെ പ്രസ്ഥാനം കഴിഞ്ഞ 30 കൊല്ലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരിതമുണ്ട്. 10 സെൻറ്റ് സ്ഥലം പോലും ഈ SN ട്രസ്റ്റിൻ്റെയോ SNDP യോഗത്തിൻ്റെയോ പേരിൽ ഈ 30 കൊല്ലത്തിനുള്ളിൽ സമ്പാദിച്ചതായിട്ട് നിങ്ങളൊക്കെ വിവിധ പ്രദേശങ്ങളിൽ ഉള്ള കാര്യങ്ങൾ അറിയുന്നവരാണല്ലോ. അറിയാൻ നിങ്ങൾക്ക് കഴിയില്ല, എൻ്റെ അറിവിലില്ല. എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് 1 ഏക്കർ സ്ഥലം എവിടെയെങ്കിലും മേടിച്ചെന്ന് വെള്ളാപ്പള്ളി നടേശന് ഈ SNDP യോഗത്തിൻ്റെയോ SN ട്രസ്റ്റിൻ്റെയോ പേരിൽ മേടിച്ചതായിട്ട് ഒരാധാരം നോക്കി കാണിക്കാമെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ചേക്കാമായിരുന്നു, ബാക്കി പോട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. ഇല്ല. ഇതാണ് SNDP. അതിൻ്റെ വരുമാനം എന്താണെന്നതിനെ പറ്റിയൊക്കെ ഞാനിവിടെ വിശദമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ ഏറെക്കുറെ അറിയാം. ഓരോ വർഷവും 10ഉം 90ഉം 100ഉം ഒഴിവുകൾ SN ട്രസ്റ്റിലായിട്ടും SNDP യോഗത്തിലായിട്ടും നോട്ടിഫൈ ചെയ്ത് നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ സംഭാവനകൾ നൽകാൻ തയ്യാറുള്ള ധാരാളമായിട്ടുള്ള സമുദായ സ്നേഹികൾ ഈ 2 സംഘടനകൾക്കും വിദ്യാഭ്യാസ സംഭാവനകൾ നൽകുന്നുണ്ട്. അതിൻ്റെ എല്ലാം വ്യാപ്തി എത്രയാണെന്ന് അറിയാൻ അതിൻ്റെ ബോർഡിലിരിക്കുന്നവർക്കോ കൗൺസിലിരിക്കുന്നവർക്കോ ഒന്നും കഴിയുന്നില്ല. വേണ്ട, അതൊന്നും അറിയണ്ട. ഇതൊന്നും രസീത് കൊടുത്ത് എല്ലാം ഒന്നും ആയിരിക്കില്ലായിരിക്കും. പക്ഷേ ഇതെവിടെയെങ്കിലുമൊക്കെ ഒരു അസറ്റ് ക്രിയേഷൻ നടത്തിയിരിക്കുന്നു. ഒരു കോളേജ് തുടങ്ങിയല്ലോ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിനുള്ള പരിശ്രമം ഉണ്ടല്ലോ എന്ന് എവിടെയെങ്കിലുമൊക്കെ ഈ സമുദായ അംഗങ്ങൾക്ക് കാണാൻ പരുവത്തിന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയാൻ അത് ഇന്നത്തെ ഈ ഭരണ നേതൃത്വത്തിന് ഈ 30 കൊല്ലത്തിനിടയ്ക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു 10 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ട് ഈ ട്രസ്റ്റിൻ്റെയോ ഇതിൻ്റെയോ പേരിൽ ഒരിടത്തും സമ്പാദിച്ചിട്ടില്ല. എന്നിട്ടാണ് പറയണത് ഗവൺമെൻറ് ഞങ്ങൾക്ക് സ്കൂൾ തരുന്നില്ല, പള്ളിക്കൂടം തരുന്നില്ല, കോളേജ് തരുന്നില്ല എന്ന്.
എയ്ഡഡ് കോളേജുകൾ കൊടുക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നയം. പക്ഷേ എയ്ഡഡ് കോളേജുകൾ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനമില്ല എന്ന് കാണിച്ചുകൊണ്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ നിരത്തി ഗവൺമെൻറ്റിനെ സമീപിച്ച് എയ്ഡഡ് കോളേജുകൾ വാങ്ങിയെടുത്ത പല സമുദായ സംഘടനകളുണ്ട്. KPMSനെ എയ്ഡഡ് കോളേജുകൾ അനുവദിച്ചു. എൻ്റെ അയൽവകത്താണ് എൻ്റെ സ്നേഹിതൻ മിസ്റ്റർ സജീവൻ നേതൃത്വം കൊടുക്കുന്ന മലയേറിയ മഹാസഭയ്ക്ക് എയ്ഡഡ് കോളേജുകൾ അനുവദിച്ചു. അവരവിടെ ഒരു കുളമാവ് ഭാഗത്ത് 10-20 ഏക്കറോളം സ്ഥലം സ്വന്തമാക്കിയിട്ട് അപേക്ഷ കൊടുത്തു. അവർ പറഞ്ഞത് ഇതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യമായിക്കൊണ്ട് LDF ഗവൺമെൻറ് കൊടുക്കേണ്ടായി. ഒരപേക്ഷ ഈ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ഞങ്ങൾക്കിതാ മലപ്പുറം ജില്ലയിൽ അവിടെ കുടിപ്പള്ളിക്കുളം പോലും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കോളേജോ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ച് തരണം എന്ന് പറഞ്ഞ് ഒരപേക്ഷ ഈ 10 കൊല്ലം ഈ LDF സർക്കാർ ആയിട്ട് ലോഹ്യത്തിൽ സംരക്ഷണം ഒക്കെ കൊടുത്തുകൊണ്ട് നടത്തുന്നുണ്ടല്ലോ. ഒരപേക്ഷ കൊടുത്ത് ചൂണ്ടിക്കാണിക്കാമെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങൾ ഞാൻ പിൻവലിക്കാം. ചെയ്തിട്ടില്ല. കാരണം അവിടെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 10-15 ഏക്കർ ഭൂമി വാങ്ങണം. 10-15 ഏക്കർ ഭൂമി വാങ്ങണമെങ്കിൽ ഈ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വിഷമം. അത് പോക്കറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു സുഖമുള്ള കാര്യമല്ല. ഈ നല്ല കച്ചവടക്കാരാണ്. അപ്പോൾ നല്ല കച്ചവടത്തിൻ്റെ പാരമ്പര്യമുണ്ട്. അപ്പോൾ ആ കച്ചവടത്തിൻ്റെ പാരമ്പര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ എൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് ഉറപ്പില്ലാത്ത സാധനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിയുള്ള ബിസിനസ്സുകാരൻ തയ്യാറാവില്ല. ആ ബുദ്ധി തന്നെ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കണു ഈ സമുദായത്തിലും. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഈ മുസ്ലിങ്ങളെയും മറ്റ് സമുദായങ്ങളെയും എല്ലാം പഴി പറഞ്ഞുകൊണ്ട് ഈഴവരെ അവരെല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈഴവർ സംഘടിക്കുവിൻ. ഹിന്ദുക്കളെ അവരെല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഹിന്ദുക്കളെല്ലാവരും സംഘടിക്കുവിൻ എന്നൊക്കെ ഈ കേരള സമൂഹത്തിൽ ഒരുതരം മുദ്രാവാക്യം ഉയർത്തിയാൽ അതിനൊക്കെ അല്പായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ദുഃഖകരമാണ്, ശ്രീനാരായണ ഗുരുദേവൻ ഇരുന്ന കസേരയിൽ അത് ആ സ്ഥാനത്തിരുന്നു കൊണ്ട്, ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ സമൂഹത്തെ വിഭാഗീയത വരുത്തുന്ന വിധത്തിലുള്ള വിദ്വേഷങ്ങൾ ജനിപ്പിക്കാൻ പോകുന്ന വിധത്തിലുള്ള ആശയ പ്രചരണങ്ങളും വാഗ്ധോരണികളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിന് അല്പമെങ്കിലുമൊക്കെ അതിന് ഓറലേൽപ്പിക്കാൻ കഴിഞ്ഞാൽ, വിജയിച്ചാൽ അത് ദുഃഖകരമാണ്. നമ്മളൊക്കെ ജീവിച്ചതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗഹൃദം പുലരുന്ന അന്തരീക്ഷത്തിൽ നമ്മുടെയൊക്കെ മക്കളും നമ്മുടെയൊക്കെ കൊച്ചുമക്കളും ജീവിക്കുന്നത് കാണാൻ ഭാഗ്യമുണ്ടാകണേ എന്ന് നമ്മൾ വല്ലപ്പോഴുമൊക്കെ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥനാ രൂപത്തിൽ കരുതുന്ന ആ സ്ഥിതിവിശേഷം, അതിനെതിരെയാണ് ഈ പരിശ്രമങ്ങൾ നടക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.